ശരിക്കും എനിക്കിപ്പോൾ ബിഗ് ബോസ് കണ്ട് റിവ്യൂ ചെയ്യാൻ തോന്നാറില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ റിവ്യൂ ചെയ്യാഞ്ഞത്. അത് മാത്രമല്ല, മെന്റലി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം, പെർഫെക്റ്റ് ആണ്, നിങ്ങൾക്ക് മെന്റലി വേറെ പ്രശ്നമൊന്നും ഇല്ല, സ്ട്രഗിൾസ് ഒന്നും ഇല്ല, സ്ട്രെസ്സോ ആങ്സൈറ്റിയോ ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഇതൊക്കെ ലൈവ് കാണുക. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൻ്റെ ആ ഒരു, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമാധാനം കളഞ്ഞ് നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കണ്ട് കാശുണ്ടാക്കാനാണെങ്കിലും, കാശുണ്ടാക്കാനല്ല, വെറുതെ എന്റർടൈൻമെന്റ് ആണെങ്കിലും, ഇതൊക്കെ വെറും ഭ്രാന്ത് പിടിക്കുന്ന പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ നെവിന്റെയും അക്ബർ, ആര്യൻ, ഇവരെ 3 പേരെയും എനിക്കിപ്പോൾ ഒരു തരി പോലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ ശരിയാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അക്ബറോ ആര്യനോ നെവിനോ ഒന്നും പുറത്ത് ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. അവരൊക്കെ വളരെ നല്ല മനുഷ്യരായിരിക്കും, നല്ല ക്യാരക്ടറും ആയിരിക്കും. പക്ഷെ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിക്കുന്നത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഇവരെങ്ങനെ പെരുമാറുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടില്ല, ഒട്ടും ഇഷ്ടപ്പെടില്ല. അപ്പൊ ചോദിക്കും, ഓ നിങ്ങൾ അനുമോളുടെ PR, നിങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനുമോളെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള റീസൺ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അവർ വലിയ കാശുകാരാണ്, അല്ലെങ്കിൽ അവർ ഭയങ്കര PR കൊടുത്തിട്ടുണ്ട്, അവർ വലിയൊരു സെലിബ്രിറ്റിയാണ്. ഈ ഒരു ബിഗ് ബോസിൽ ഈ സീസണിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വന്നിട്ടുള്ള ഒരു വ്യക്തി അനുമോള് തന്നെയാണ്. ഇപ്പോൾ അപ്പാനി ശരത്ത് വലിയ നടനാണെന്ന് പറഞ്ഞാൽ ശരി, അനുമോളുടെ അത്രയും ഒന്നും ഫേമസ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ അവിടെ വരും. എന്തോ ആയിക്കോട്ടെ, അനുമോള് 50 ലക്ഷത്തിന്റെ PR കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും അവർ ആ ബിഗ് ബോസ് ഹൗസിൽ ഒന്നും ചെയ്യാതെ നിന്നിട്ടല്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവര് അപ്സ് ആൻഡ് ഡൗൺസ്, അതായത് കുറെ നല്ലത് ചെയ്തിട്ടുണ്ട്, കുറെ ഡ്രാമ കാണിച്ചിട്ടുണ്ട്, കുറെ തെറ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് അലിഗേഷൻസ് പലരിടത്തും കാണിച്ചിട്ടുണ്ട്. ഇതിന് ഓരോ തവണയും നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്, ഓക്കെ ഇത് ഇങ്ങനൊരു ആരോപണം ശരിയല്ല, അത് അനുമോൾ അവിടെ പറയണ്ടായിരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിലും ഇത് തെറ്റിപ്പോയി, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഒരാൾ എവിക്റ്റായി പോകുമ്പോൾ പോലും വെറുതെ പോലും അതൊക്കെ ഡ്രാമയാണെന്ന് അതും കൂടെ അങ്ങ് ഡ്രാമയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊന്നും അങ്ങനെ ഡ്രാമയാണെന്ന് പറയുന്നവരെ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അനുമോൾ ഇൻബിൽറ്റ് ആയിട്ട് ആര് എവിക്റ്റ് ആയാലും അവർക്കൊരു വിഷമമുണ്ട്. ഇതൊരു ഗെയിമാണ്, ആ ഗെയിമിന്റെ ഭാഗമാണ്, താൻ ഇവിടെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഗെയിമിന് വേണ്ടി അനുമോൾ ഒന്നും കാണിച്ചിട്ടില്ല എന്നേ പറയുന്നില്ല, അനുമോൾ കാണിച്ചിട്ടുണ്ട്, അവിടെ എല്ലാവരും കാണിക്കുന്നത് പോലെ തന്നെ. പക്ഷെ താരതമ്യേനെ കുറച്ചെങ്കിലും മനുഷ്യത്വത്തോടെ പെരുമാറുന്നത് അനുമോള് തന്നെയാണ്. ഇപ്പൊ ആ കഴിഞ്ഞ ദിവസം നെവിൻ ആ ബെഡിൽ വെള്ളം എടുത്ത് ഒഴിച്ചപ്പോൾ പോലും ശരിക്കും അതൊരു ഒരു വീഡിയോ എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. പിന്നെ ആലോചിച്ച് ഈ വരുന്ന കമന്റ്സ് മുഴുവൻ, ഓ നിങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്യത്തോളൂ, നിങ്ങൾ അതാണ് ഇതാണ് തേങ്ങയാണെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മൂടങ്ങ് പോവും. വേണ്ട, ഒന്നും പറയണ്ട. അനുമോള് മനഃപൂർവ്വം ഒരു ക്യാമറ പ്രസൻസിന് വേണ്ടിയിട്ട് അവിടെ പോയി കിടക്കണ്ട, വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നല്ലോ, അവിടെ പോയി കിടക്കാമായിരുന്നല്ലോ. പക്ഷെ ഇത് അങ്ങനൊരു സിറ്റുവേഷൻ, ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് ആൾക്കാർ പുറത്ത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവരവിടെ മാറിപ്പോയി കിടന്നു. പിന്നെ വേറെ ഒരുപാട് ബെഡ്, അത് ഞാൻ കണ്ട കുറെ കമന്റ്സ് ആയിരുന്നു, ഒരുപാട് പേര് എവിക്റ്റ് ആയി പോയി, അവിടെയൊക്കെ ബെഡ് അവിടെ ഓഫ് ആയിരുന്നല്ലോ, അല്ലെങ്കിൽ മീൻസ് അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന്. ശരിയാണ്, അവിടെ അനുമോൾക്ക് പോയി കിടക്കാം. പക്ഷെ അനുമോൾ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിലൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ആ അനുമോളുടെ ആ ഒരു ബെഡ് എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടം പോലെയാണ്. അത് കറക്റ്റായിട്ട് അനുമോൾ പറഞ്ഞിട്ടുണ്ട്, പോർട്രേ ചെയ്യുന്നുണ്ട്. തനിക്ക് ആ ഒരു ബെഡ് സ്പേസും ആ ഒരു ട്രീയും അതിൻ്റെ അടിയിൽ അങ്ങനെ കിടക്കുന്നതും അത് ഓരോരുത്തർ അത് ചെറിഷ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ലവ് ഉണ്ടാവണമെന്നില്ല. അത് മെറ്റീരിയലിസ്റ്റിക് ലവ് ഉള്ളവർക്ക് അത് വലിയ കാര്യമാണ്. അതിൽ നിന്ന് മാറി മറ്റൊരു ബെഡ് ചിലപ്പോൾ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാനും അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അതായത് നമുക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നത് ഇഷ്ടമുള്ളവരുണ്ട്, കുറെ വൃത്തിയാക്കി ഇടുന്നവർ അത് ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെ കുറച്ച് ഓർഗനൈസേഷൻ എന്ന് പറയും, ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ട്. അതേ കണക്കൊരു ക്യാരക്ടർ തന്നെയാണ് അനുമോള്. അപ്പൊ അവരുടെ ഒരു ബെഡ്റൂമിൽ അവരുടെ ഡ്രസ്സ് അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പോലെ, ഒരു കട്ടിലിൽ തന്നെ കുറെ എടുത്ത് ഇങ്ങനെ ഡ്രസ്സ് അടുക്കി വെച്ച്, അവർക്ക് ഒരുപാട് ഡ്രസ്സ് ഉണ്ട്, അത് അവർ തന്നെ തുന്നിയതാണെന്ന് അവർ പറഞ്ഞ് കുറെ ഡ്രസ്സുകൾ കാണിച്ചിട്ടുള്ള ഈ വ്ളോഗ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെ ആ ക്യാരക്ടറിനെ മുഴുവൻ കുലസ്ത്രീയാണ്, ആർട്ടിഫിഷ്യൽ ആണ്, ഡ്രാമയാണ്, ബിഗ് ബോസിന് വേണ്ടി ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നെന്ന് അവർ കപ്പും കൊണ്ട് പോകട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാ അവിടെ ചിലച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് ഈ പറയുന്ന അക്ബറും ആര്യനും നെവിനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നെവിൻ്റെത് ആ ഒരു രാത്രി മറ്റേ അനുമോളുടെ കയ്യിൽ നിന്ന് ഒരു ദോശ തട്ടിപ്പറിക്കാൻ വേണ്ടി വന്ന ആ അഗ്രസീവ്നെസ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞതാണ്, നെവിൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബാഡായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നെവിൻ്റെ ആ പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു ബ്ലഡ് പ്രഷർ കൂടും, അത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നത്തേയില്ല. സോ അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്.
അത് മാത്രമല്ല ഇന്നിപ്പോ ഷാനവാസിന്റെ കേസ് വന്നപ്പോൾ അവിടെയും ഷാനവാസ് സീരിയൽ നടനാണ്, സീരിയൽ അഭിനയമാണ്, ഈ പറയുന്ന കാണിക്കുന്നത് ഉൾപ്പെടെ ഡ്രാമയാണ്. പിന്നെ ഫിസിക്കലി അൺഫിറ്റ് ആയിട്ടുള്ള ഷാനവാസ് എന്തിനാണ് ബിഗ് ബോസിലോട്ട് വന്നത്? ഇവിടെ ഇങ്ങനെയാണെന്ന് അറിയില്ലേ? ഇവിടെ എങ്ങനെയാണെന്ന് ഒരു ഓക്കെ അല്ല, ഒരു മീൻസ് ഓക്കെ അല്പം സ്വല്പം ഒക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്തവരിപ്പോ ചുരുക്കമാണ്. അങ്ങനെയുള്ളവർക്ക് ഇവിടെ എന്തോ ടോർച്ചറിങ് ആണ്. ഓക്കെ, നമ്മുടെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ രേണു സുധി ഹെയർ എക്സ്റ്റൻഷൻസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ബിഗ് ബോസിലേക്ക് വരുന്നത്. അപ്പം ബിഗ് ബോസ് രേണിന്റെ പണിയാണ്, ഹെയറിന് പറ്റിയ സെറമോ ക്രീമോ ഷാമ്പൂ ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവനെ രേണു സുധി എടുക്കണ്ടായിരുന്നല്ലോ. അങ്ങനെ നോക്കുവാണെങ്കിൽ ബിഗ് ബോസിലേക്ക് ഒരാളെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ സ്കിന്നിന്റെ റുട്ടീൻസ് അനുസരിച്ച് ചെയ്യുന്നവരുണ്ട്. സെലിബ്രിറ്റീസ് ചിലപ്പോൾ സ്കിൻ കെയർ റുട്ടീൻസ് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആരും ഫിറ്റ് അല്ല, ബിഗ് ബോസിന് ആരും ഫിറ്റ് അല്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിക്കോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നും പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഫിൽറ്റർ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈ ഒരു ക്യാരക്ടർ അതിനെ ബൗണ്ട് ചെയ്ത് പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് അനുമോളെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ അനീഷ് ആയിക്കോട്ടെ, ഷാനവാസ്, ആദില, നൂറ, ഇവരൊക്കെ അവരുടെ ആ ഒരു ഹെൽത്ത്, സത്യം അവർക്ക് ഈ ഒരു 3 ക്യാപ്റ്റനെ കൊണ്ടുവന്നിട്ട് അവരെ ടോർച്ചർ ചെയ്യുന്ന ഫീല് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് നമുക്ക് ഇത് കണ്ടിട്ട് ഇതിനെ എങ്ങനെയാണ് റിവ്യൂ ചെയ്യുക എന്ന് ചിന്തിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ഇതിപ്പം എന്താ ഇവിടെ പറയണ്ടേ? എന്ത് പറഞ്ഞാലും അതൊരു പാർഷ്യാലിറ്റി ആയി പോകുമോ, അല്ലെങ്കിൽ ഒരാളെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ആയി പോകുമോ എന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എനിവേ, എന്തായാലും ഒരു അങ്ങേയറ്റം ബാഡ് ആയിട്ടുള്ള ഒരു കുറച്ച് എപ്പിസോഡാണ്. എനിക്ക് ബാഡ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യാൻ തോന്നുന്നത്. ശ്രീ മോഹൻലാൽ വന്നിട്ട് എന്താണ് പറയാൻ പോകുന്നതെന്ന് നോക്കട്ടെ. പക്ഷെ നെവിനെ ഈ ആഴ്ച ശരിക്കും പറഞ്ഞാൽ വെറുതെ പാമ്പർ ചെയ്തിട്ടോ അല്ലെങ്കിൽ അതൊരു ഫണ്ണായിട്ട് എടുക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് വെറുതെ സമാധാനിപ്പിച്ചിരുത്താനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങേയറ്റം ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ബിഗ് ബിസിനസ് മാത്രമാണ്. അത് ബിസിനസ് മാത്രമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അമ്മാതിരി എനിക്ക് നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്. അത്രയും ഒരു നെഗറ്റീവായിട്ടൊരു ഫീൽ ഈ ഒരു വീക്കിൽ, ഈ ഒരു 2 ദിവസം കൊണ്ട് ഫീൽ ചെയ്തു. ഈ 2 ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, കാരണം എനിക്കിതൊന്നും പറയാൻ തോന്നുന്നില്ല. ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരാളെ നെഗറ്റീവ് പറയാനോ, ഒരാളെ നെഗറ്റീവ് പറഞ്ഞ് മറ്റൊരാളെ മാത്രം സപ്പോർട്ട് ചെയ്യാനോ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് മിണ്ടാതിരിക്കാം എന്ന് കരുതി. എനിക്ക് മിണ്ടാതിരിക്കുന്നത് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് വേറെ ഓഫീസിൽ വർക്ക് ഉണ്ട്, എനിക്ക് അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതുകൊണ്ട് ജീവിക്കുന്ന ആളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ മേ ബി എനിക്ക് അതുകൊണ്ടായിരിക്കാം. മനസ്സിന് സമാധാനം വേണ്ടേ, സ്വസ്ഥത വേണ്ടേ, പീസ്ഫുൾ ലൈഫ്, അത് മാത്രം നോക്കാം. അപ്പോൾ നിങ്ങളും ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി കൂടുതൽ ഇതൊന്നും കൺസ്യൂം ചെയ്ത് നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ നശിപ്പിക്കാതിരിക്കുക. ആവശ്യത്തിന് കൺസ്യൂം ചെയ്യുക, ആവശ്യത്തിന് കണ്ടാൽ മതി. സത്യം പറയാമല്ലോ, എപ്പിസോഡ് കണ്ടാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ട്രാപ്പ് ആവത്തുള്ളൂ. എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ലൈവിലുള്ളത് എല്ലാം മാറ്റിമറിച്ച് വേറെ എന്തൊക്കെയോ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും ശരി, നിങ്ങളുടെ വിഷയം അനുസരിച്ച് കാണുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിച്ചു വരാം. ബൈ.